പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ഇന്ന് അവേനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 6-ാം ദിവസത്തില് ഉന്നതമായ അഭിഷേകത്താലും കൃപകളാലും നിറച്ച് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോണിക്ക പുണ്യവതിയെ പോലെ കണ്ണുനീരോടെ മക്കളെ ഓർത്ത് വേദനിച്ച് അവരുടെ തിരിച്ചു വരവിന് വേണ്ടി, അവരനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി, അവർ വിശുദ്ധരായി തീരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എല്ലാ കൃപകളും ചൊരിഞ്ഞ് മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തില് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മോണിക്ക പുണ്യവതിയെ പോലെ ഭർത്താക്കന്മാരെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ ഭാര്യമാരെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അനേകം ഭാര്യമാര്, അമ്മമാര് സങ്കടത്തോടെ പറയുന്നുണ്ട്, അപ്പന്റെ വഴിവിട്ട ജീവിതം, അപ്പന്റെ മദ്യപാനം, അപ്പന്റെ അവിശ്വാസം, അപ്പന്റെ പ്രാർത്ഥനയില്ലായ്മ, അപ്പന്റെ കൂദാശയില്ലായ്മ അതുപോലെ തന്നെയാണ് എന്റെ മോനും മോളും എന്നൊക്കെ. ഈ മോനിക്ക പുണ്യവതിയും ആദ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ ഈശോയെ. അമ്മയുടെ പ്രാർത്ഥന കേട്ട് ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തി, പിന്നീട് ഭർത്താവും ഭാര്യയും മോനിക്ക പുണ്യവതിയും പെട്രിയോഷ്യസും ഒരുമിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലെ ഞങ്ങളുടെ കുടുംബങ്ങളും വലിയൊരു മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് വേനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ അവസ്ഥകളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മോണിക്ക പുണ്യവതി, അങ്ങ് ഒരിക്കൽ ദൂർത്തനായ ഒരു മകന്റെ ദുഃഖിതയായ അമ്മയായിരുന്നു. വിശ്വാസത്തിലും പ്രാർത്ഥനയിലുമുള്ള അങ്ങയുടെ വിശ്വസ്തത അങ്ങയെയും അങ്ങയുടെ മകനെയും ദൈവത്തോട് വളരെ അടുപ്പിച്ചു. അങ്ങ് ഇപ്പോൾ നിത്യതയിൽ അവനോടൊപ്പമുണ്ട്. അങ്ങയുടെ മാധ്യസ്ഥതയാലും ദൈവകൃപയാലും അങ്ങയുടെ മകൻ അഗസ്റ്റിൻ സഭയുടെ മഹത്തായ ഒരു വിശുദ്ധനായി. അങ്ങയുടെ മകനു വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ച അതേ തീക്ഷ്ണതയോടെയും വേദനയോടെയും സ്ഥിരോത്സാഹത്തോടെയും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ അപേക്ഷകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മാധ്യസ്ഥത്തില് നമ്മുടെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടും വലിയ പ്രത്യാശയോടും കൂടെ പ്രാർത്ഥിക്കാം. വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ. കഠിന പാപത്തില് അടിമപ്പെട്ടു പോയി മക്കള്, വ്യഭിചാരത്തില്, തെറ്റായ സ്നേഹബന്ധത്തില്, ലഹരിക്കടിമപ്പെട്ട് ഉദാശ ജീവിതമില്ല, മൊബൈൽ അടിമത്തം, എല്ലാവിധ തിന്മയ്ക്കും അടിമപ്പെട്ട് ആ പാപത്തിന്റെ കെണിയില് ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണി വീഴ്ത്തുന്നു, സ്വന്തം പാപത്തിന്റെ വലയിൽ അവൻ കുരുങ്ങുന്നു എന്ന് പറഞ്ഞ സുഭാഷിതം 5:22 വചന ശക്തിയാൽ എന്ന പോലെ അടിമപ്പെട്ട് കിടക്കുന്ന നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കഠിന പാപത്തിൽ നിന്ന് അഗസ്തീനോസ് പുണ്യവാനെ മോചിപ്പിക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയോട് ചേർത്ത് വെച്ചുകൊണ്ട് മോണിക്ക പുണ്യവതി കഠിന പാപത്തിൽ വീണുപോയ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ. മറ്റുള്ളവരാല് ചൂഷണം ചെയ്യപ്പെടുന്ന മക്കള്, പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ മക്കള്, ഒറ്റപ്പെടുത്തപ്പെടുന്ന ഞങ്ങളുടെ മക്കള്, തിരസ്കരിക്കപ്പെടുന്ന ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മക്കൾക്ക് അവകാശപ്പെട്ടത് പോലും പഠന മേഖലയില്, ജോലി മേഖലയിലൊക്കെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥകളിൽ ഒത്തിരി വേദനിക്കുന്ന മക്കള്,
ഈശോയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തില് ഞങ്ങളുടെ മക്കൾക്ക് അർഹതപ്പെട്ട ജയം, പഠനം, ജോലി, സമാധാനം, സുരക്ഷിതത്വം, സ്വസ്ഥത എല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. വലിയ ഭയത്തില്, നിരാശയില്, ആകുലതയില് ഒത്തിരി വേദനിക്കുന്ന ഞങ്ങളുടെ മക്കളുണ്ട്. പല കാര്യങ്ങളെ കുറിച്ച് ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട ധൈര്യം അങ്ങ് കൊടുക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താല് ഞങ്ങളുടെ മക്കൾ നിറയപ്പെടണം. ഉത്കണ്ഠകളൊക്കെ മാറണം. അങ്ങയിൽ മക്കൾ ആശ്രയിക്കണം. അങ്ങയോട് ചേർന്ന് ജീവിക്കണം. ഞങ്ങളുടെ മക്കളെ അതിനായിട്ട് അഭിഷേകം ചെയ്ത് ബലപ്പെടുത്തി, ഭയം മാറ്റി, ഉത്കണ്ഠ നീക്കി, നിരാശ മാറ്റി ഞങ്ങളുടെ മക്കളെ കരുത്തുള്ളവരാക്കി പഠനത്തില്, ജോലിയില്, വിശുദ്ധിയില്, കൂട്ടുകെട്ടില്, സമൂഹത്തില് അങ്ങയുടെ മക്കളുടെ കരുത്തോടെ ജീവിക്കാൻ അഭിഷേകം നൽകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കള്, ഇന്റർവ്യൂവിന് ഒരുങ്ങുന്ന മക്കള്, ഒത്തിരിയേറെ വിദേശത്തോ മറ്റ് ജോലിക്കായിട്ട് പരിശ്രമിക്കുന്ന മക്കള്, എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ വിജയം നൽകി ഇന്റർവ്യൂലൊക്കെ ശക്തിയോടെ അറ്റൻഡ് ചെയ്യാനും, പരീക്ഷകൾ എഴുതുവാനും, പറയാനും, കേൾക്കാനും, അതെല്ലാം നല്ല പോലെ എഴുതി വിജയം കൈവരിക്കുവാനും ഞങ്ങളുടെ മക്കൾക്കിടയാകണം. അതിനുവേണ്ടി SSLC പരീക്ഷയും മറ്റെല്ലാ പരീക്ഷകളും എഴുതുന്ന മക്കൾക്ക് വേണ്ടി മോണിക്ക പുണ്യവതി വലിയ തീക്ഷ്ണതയോടെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് വലിയ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ, വിശുദ്ധ മോനിക്ക പ്രാർത്ഥിച്ചിടണമേ. നമ്മുടെ മക്കളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. ഉറക്കമില്ലാത്ത മക്കള്, ഒത്തിരിയേറെ സങ്കടപ്പെടുന്ന മക്കള്, നഷ്ടങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മക്കള്, പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന മക്കള്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് ആത്മഹത്യക്ക് വേണ്ടി മരുന്ന് കഴിച്ച് ആശുപത്രി ചെന്നപ്പോ അവള് പറയാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, എനിക്ക് ജീവിതത്തിൽ ഹോപ്പില്ല, പ്രത്യാശയില്ല. അങ്ങനെ കൈപ്പോയ മക്കള്, ജീവിക്കാൻ പോലും താല്പര്യമില്ലാത്ത മക്കള്. ഈശോയുടെ നമ്മുടെ മക്കളൊക്കെ സമർപ്പിക്കാം. യഥാർത്ഥമായ ദൈവമക്കളെ പോലെ വിശുദ്ധിയില്, കരുത്തില്, വിജയത്തില് ദൈവത്തിന്റെ സ്വന്തമായ കരുത്തോടെ ജീവിക്കണം. ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വലിയ മാതൃകയും മധ്യസ്ഥയുമായ വിശുദ്ധ മോണിക്ക പുണ്യവതി അങ്ങയുടെ ആവശ്യങ്ങൾ, ഉത്കണ്ഠങ്ങൾ, സങ്കടങ്ങളെല്ലാം ദൈവത്തിന്റെ കരുണയിലും കരുതലിലും അങ്ങ് പൂർണ്ണമായും ഭരമേൽപ്പിച്ചു. ദുഃഖത്തിലൂടെയും വേദനയിലൂടെയും അങ്ങയെ തന്നെ നിരന്തരം ദൈവത്തിന് സമർപ്പിച്ചു. ദൈവത്തിന്റെ നന്മയിലും കാരുണ്യത്തിലും അങ്ങയെ പോലെ വലിയ ആഴത്തിലുള്ള വിശ്വാസത്തിലും ശരണത്തിലും ഞങ്ങൾ അങ്ങയോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാറ്റിലും ഉപരി പ്രിയപ്പെട്ട മോണിക്ക പുണ്യവതിയെ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും വിശുദ്ധ അഗസ്തീനോസിനെ പോലെ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവമഹത്വത്തിനായി വലിയ വിശുദ്ധരായി തീരട്ടെ. മകൻ ഇടറി വീഴുമ്പോൾ പിടഞ്ഞെണീക്കാൻ കൈത്താങ്ങായി സഞ്ചരിച്ച നല്ല അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന് മുഴുവൻ അങ്ങ് മാധ്യസ്ഥയും സഹായവുമായിരിക്കണമേ. മക്കളുടെ നല്ല ജീവിതം സ്വപ്നം കാണാനും അതിനൊപ്പം മക്കൾക്ക് വേണ്ടി നിരന്തരം സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കുവാനും അമ്മയുടെ മാതൃക ഞങ്ങൾക്കും അനേകർക്കും പ്രചോദനമേകട്ടെ. നല്ല അമ്മേ, ഞങ്ങളുടെ മക്കളുടെ അമ്മയായി നിന്ന് പരിശുദ്ധ അമ്മയോട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും തിരു കുടുംബത്തിന്റെ കൃപാസാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ നിറയപ്പെടട്ടെ. വിശുദ്ധ മോണിക്ക പുണ്യവതി, വിശുദ്ധ അഗസ്തീനോസ് സാന്നിധ്യം നൽകി നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, ദാമ്പത്യ ജീവിതത്തെ, കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുവാൻ കൂടെ ഉണ്ടാകട്ടെ. എല്ലാ നിയോഗങ്ങളും ഇവിടെ എല്ലാം മധ്യസ്ഥത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തീക്ഷ്ണമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളും ഈശോ വർഷിക്കുന്നുണ്ട്. നിങ്ങള് ജപമാല ചൊല്ലി, കരുണക്കൊന്ത ചൊല്ലി, ഉദാശകളൊക്കെ സ്വീകരിച്ച് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണേ. ഒപ്പം നമ്മുടെ ഈ നൊവേനയിലേക്ക് അനേക ആയിരങ്ങളെ നമുക്ക് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലോകം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.